ആവേശത്തിൻ്റെ ടീസർ വന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു. കാരണം അത്ര കിടിലമായൊരു ടീസർ കട്ട് ചെയ്ത് വെച്ച കാരണം ഈ സിനിമയോട് അത്രയും നല്ല രീതിയിലുള്ളൊരു എക്സ്പെക്റ്റേഷൻസ് എനിക്ക് ഉണ്ടായിരുന്നു. എന്നിരുന്ന പോലും ഈ സിനിമ പോയിട്ട് കണ്ടു. അപ്പോൾ നമുക്ക് ആവേശത്തിനെ കുറിച്ചിട്ട് സംസാരിക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഒരു ഗാങ്സ്റ്ററിൻ്റെയും കുറച്ച് കോളേജ് സ്റ്റുഡൻസിൻ്റെയും കഥയാണ് ഈ സിനിമ പറയുന്നത്. ഇത് ഒരു പരിധി വരെ ഒരു എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ പോകുന്നൊരു സിനിമയാണ്. ഒരു പ്രധാനമായിട്ടും ഫഹദ് തന്നെയാണ് ഒരു ഇൻഫ്ലുവൻസ് ആയിട്ട് വരുന്നത്. കാരണം രംഗ എന്ന ക്യാരക്ടറായിട്ട് വരുന്ന സമയത്ത് അതിൽ ഭയങ്കരമായ എൻ്റർടൈൻമെൻറ്റ് ഉണ്ട്. നല്ല രീതിയിലുള്ളൊരു ഓറ തോന്നിക്കുന്ന ടൈപ്പിലുള്ളൊരു ക്യാരക്ടറാണ്. പിന്നെ മാസ് മൊമെൻറ്റ്സും ഉണ്ട്. അങ്ങനത്തെ ഒക്കെ ഒരു ക്യാരക്ടറിനെ ഫഹദ് ചെയ്ത് വെച്ച കാരണം അത് തന്നെയാണ് ഈ സിനിമയുടെ പലപ്പോഴും നിൽക്കുന്ന ഒരു സ്ട്രോങ് സോൺ, അല്ലെങ്കിൽ അത്രയും കൺവിൻസിങ് ആയിട്ട് വന്നൊരു കാര്യം എന്നെനിക്ക് പറയാൻ ഉള്ളത്. പിന്നെ കോമഡിയുടെ കേസിലൊക്കെ നല്ല രസമാണ് ഈ സിനിമ. ഒരു ഇൻ്റർവെല്ലൊക്കെ വരാൻ നല്ല രസമാണ്. എന്ന് വെച്ചാൽ തുടങ്ങിയിട്ട് കുറച്ചൊക്കെ ഈ ഒരു സിനിമ സെറ്റാൻ ടൈം എടുക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു പോയിന്റിൽ നിന്ന് ഈ സിനിമ ഭയങ്കര എൻ്റർടൈൻമെൻറ്റ് തരുന്നൊരു ടൈപ്പിൽ കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ് ആ ഇൻ്റർവെൽ പഞ്ചൊക്കെ കിടിലമായിട്ട് ചെയ്ത് വെച്ചിട്ടു. ആ സീനൊക്കെ വന്നപ്പോൾ എനിക്ക് മാസാണോ അല്ലെങ്കിൽ കോമഡി ആണോ രണ്ടും കൂടിയിട്ട് തിരിച്ചറിയാൻ പറ്റാത്ത അങ്ങനത്തെ കുറേ സെറ്റപ്പായിരുന്നു. അത്രയും കിടിലൻ എൻ്റർടൈൻമെൻ്റ് ആവുന്നിട്ടാണ് ഒരു ഇൻ്റർവെൽ ബാങ്കറൊക്കെ അവിടെ ചെയ്ത് വെച്ചിട്ടുള്ളത്. സംഭവമാണ്, ആ ഒരു ഏരിയയിലൊക്കെ സംഭവമാണ്. പക്ഷെ പ്രശ്നം തുടങ്ങുന്നത് സെക്കൻഡ് ആക്റ്റിലാണ്. കാരണം ഒരു ടൈമിൽ ഇപ്പോൾ ഈ ഒരു എൻ്റർടൈൻമെൻ്റ് ഒക്കെ തന്നിട്ട് അത്രയും രസമായിട്ട് പോയതിൻ്റെ ശേഷം ഈ ഒരു സിനിമയ്ക്ക് ഒരു സീരിയസ് നേച്ചർ വരുമ്പോൾ അവിടെ ഒരു മിക്സ്ഡ് വൈബ്സാണ്. ചിലപ്പോൾ രസം ഉണ്ടാവും, ചിലപ്പോൾ കണ്ടിട്ട് ഷോകാവുന്നൊരു ടൈപ്പിലും അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് എനിക്ക് അവിടെ മൊത്തത്തിലൊരു മിക്സഡ് ഫീലാണ് തന്നത്. പക്ഷേ തേർഡ് ആക്റ്റിൽ നല്ലൊരു കംബാക്ക് നടത്തിയിട്ടുണ്ട്. തേർഡ് ആക്റ്റും ഈ പറഞ്ഞ പോലെ എൻ്റർടൈൻമെൻറ്റ് തരുന്ന ആ ഒരു സെറ്റപ്പിലൊക്കെ പോകുന്നുണ്ട്. അവിടെ രസമുണ്ട്. മൊത്തത്തിൽ പറയുമ്പോൾ ആവേശം എന്ന സിനിമ എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് തന്നത്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.